മരം കടവഴിയാണ്. വണ്ടി എവിടെ ഇതിന്റെ ഇവിടം തൊട്ട് ഷീറ്റ് ഓടെ എല്ലാം ഉണ്ട്. അവിടെയോ ഓടെല്ലാം പരിയാരം കൈലാത്ത് അജിയുടെ വീട് സന്ദർശിക്കുകയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് തോമസ് കുട്ടി പുള്ളി രാവിലെ തൊട്ട് അവിടെ സജീവമായിരുന്നു, എല്ലാവരെയും വിളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ റിയാഡ് ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് DK പ്രകാശനെ, അജിയുടെ വീടിൻ്റെ മുകളിലൂടെ ലൈൻ പോകുന്നുണ്ട്, അത് മാറ്റിയിടാനുള്ള നിർദ്ദേശം MLA കൊടുത്തിട്ടുണ്ട്. വീടിനകത്തോട്ട് ആർക്കും കയറാൻ മേല, അതുപോലെ മോൾവശം പോയി നിൽക്കുകയാണ്. അപ്പം അതൊന്നും നമുക്ക് തുറക്കാൻ മേലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. വീട് മൊത്തം ഞെരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അതെനിക്ക് ഏത് നിമിഷവും അപകടാവസ്ഥയിലാണ്. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതപ്പാടത്താണ്. കൈതപ്പാടത്തിനടുത്ത് പരിയാരം ചക്കഞ്ചിറ ഭാഗത്ത് ഇന്നലത്തെ കനത്ത മഴയിൽ ഭയങ്കര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. ഇന്നലെ കാലാവസ്ഥയിൽ ശക്തമായ കാറ്റടിക്കുന്ന മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിലും നമ്മുടെ പുതുപ്പള്ളി പരിയാരം ചക്കഞ്ചിറ പ്രദേശത്ത് ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കുമെന്ന് ആരും കരുതിയില്ല. അതിഭീകരമായ ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവം തന്നെയായിരുന്നു പരിയാരം ചക്കഞ്ചിറ ഭാഗങ്ങളിൽ. നിരവധി വീടുകളാണ് തകർന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇതെല്ലാം സാധാരണപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ് തകർന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, മരമൊക്കെ കട പുഴകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ഒരു വലിയ മരമൊക്കെ പറിച്ചെറിയണമെന്നുണ്ടെങ്കിൽ അത് അതിഭീകരമായ കാറ്റ് തന്നെയായിരുന്നു. ഇത് പരിയാരത്തുള്ള അജിയുടെ ഭവനാണ്. അജിയുടെ പിന്നെ മാതാപിതാക്കൾ, പ്രായമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം കൊച്ചിൻ്റെ ദേഹത്ത് എൻ്റെ മോളിൽ നിന്ന് ഓടൊക്കെ വീണ് കൊച്ചിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടി കഴിയുന്നൊരവസ്ഥയിലാണ് ഈ വീടിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ഇടുത്തി പോലെ മരം വന്ന് വീണിരിക്കുന്നത്. അപ്പോൾ ഇതുമൂലം അജിയുടെ കുടുംബം മുഴുവൻ ആകെപ്പാടെ കഷ്ടത്തിലായിരിക്കുകയാണ്. എങ്ങോട്ടും മാറാൻ മേലാത്ത ഒരു സാഹചര്യമാണ്. അപ്പം വേണ്ടപ്പെട്ട അധികാരത്തിൻ്റെ കണ്ടല്ലോ, വീടിൻ്റെയൊക്കെ മുകളിലെ ഓടൊക്കെ മൊത്തം കാറ്റി പറത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. അതെല്ലാം താഴെ വീണ് പൊട്ടിച്ചെതറി കിടക്കുന്നുണ്ട്. ആ ഓട് ഈ സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ, ഇവിടെയും പറപ്പിച്ചിട്ടുണ്ടല്ലേ? വേറെ വല്ല വീടിന് വേറെ പുറവശം മുഴുവൻ മറിഞ്ഞാണ്. അപ്പുറത്തെ വീടല്ലേ? അപ്പുറത്തെ ഉണ്ടല്ലേ? ആ, മരങ്ങൾ മുഴുവൻ ഉണ്ടോ, വലിയ മരങ്ങൾ മുഴുവൻ കടപുഴകി വീണിരിക്കുകയാണ്, വഴിയിലേക്ക് വീണിരിക്കുകയാണ്. കുറച്ച് ഭാഗമല്ലേ ഇന്നലെ നാട്ടുകാരെല്ലാം കൂടെ കുറച്ച് കട്ട് ചെയ്താണ് ഗതാഗതം, ചെറിയ വണ്ടിയെങ്കിലും ഒന്ന് കടന്നു പോകത്തക്ക രീതിയിലാക്കിയിരിക്കുന്നത്. എല്ലായിടത്തും ലൈൻ ഇലക്ട്രിസിറ്റിയൊക്കെയാണ് ആകെപ്പാടെ തകരാറായി കിടക്കുകയാണ്. ഉദ്യോഗസ്ഥരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. അവർ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ വന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ സന്ധ്യയോടുകൂടി ഉണ്ടായ കാറ്റാണ്. അപ്പം നമ്മുടെ പരിയാരത്തുള്ള ബൈജു ശാന്തിയും അതുപോലെ പരിയാരം SNDP ശാഖയുടെ പ്രസിഡന്റ് സുരേഷ്, ബിപിൻ കേശവ്, ഇവരെല്ലാം രാവിലെ തന്നെ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ അവർ രാവിലെ എന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്കിതിൻ്റെ ഭീകരത മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ലെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ റിയാഡ് ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് EK പ്രകാശനെ അന്നേരം തന്നെ വിളിച്ചു. എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തോ പരിപാടിയിലായിരുന്നു, പെട്ടെന്ന് ഇതെല്ലാം മാറ്റി വെച്ച് ഓടി എൻ്റെ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇത് കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ചാണ്ടി ഉമ്മനെ പലരും എല്ലാവരും വിളിച്ചായിരുന്നു. ചാണ്ടി ഉമ്മൻ എന്നും നമ്മുടെ MPയുടെ പര്യടനം നടക്കുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പര്യടനം തുടങ്ങുന്നത്. MLA വരാൻ താമസം വന്നു. ഇവിടെയാ കൂടുതൽ കാറ്റ് വീശിയെന്ന് തോന്നുന്നല്ലേ? അങ്ങോട്ടുണ്ടല്ലേ?
അതുപോലെ ഈ ചെറിയ വീടിൻ്റെ ഇതിൻ്റെ ഓട് മുഴുവൻ കളഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വീടിനകത്ത് കയറാൻ പറ്റത്തില്ല, അതുപോലെ ഒരു അവസ്ഥ കിടക്കുകയാണ്. മൊത്തം ഓടെല്ലാം പോയി കിടക്കുകയാണ്. ഇവിടെ അല്ല അല്ലേ. ഈ പരിസരം മുഴുവൻ ഓട് പൊട്ടിക്കിടക്കുകയാണല്ലോ. അതുപോലെ എടുത്തെറിഞ്ഞ പോലെയുള്ളൊരു ഇതാണ്. ഇതിൻ്റെ വീടിൻ്റെ പുറകുവശവും എല്ലാം മരങ്ങൾ വീണ് കിടക്കുകയാണ്. വീടിൻ്റെ അകത്ത് മുഴുവൻ ഇതാണ്, വെള്ളമാണോ അതോ വെള്ളം മൊത്തം കയറി അല്ലേ? ഒരു പട്ടി ഉണ്ടായിരുന്നു, ഗോൾഡൻ റിട്രീവർ, പേടിച്ചിട്ടാണ് എഴുന്നേറ്റിട്ട് പോലും. ആരുമില്ല. ഞാൻ ആ കാർഗിനിൽ സെക്യൂരിറ്റിയാണ് ജോലി ചെയ്യുന്നത്. കോടിമ നൈറ്റായിരുന്നു. രാവിലെ വന്നപ്പോഴത്തേനെ മറ്റൊരു വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് അടുത്തുള്ള. അതിഭീകരമായ കാറ്റിൻ്റെ കണ്ടില്ല, നിങ്ങൾക്ക് കാണാം. അതുപോലെ മരങ്ങൾ കടപുഴകി വീണിരിക്കുകയാണ്. എല്ലാം ഇതൊരു കടയാണ്. കടയുടെ പരിസരത്ത് മുഴുവൻ ഇവിടെ വാഴയെല്ലാം പോയിട്ടുണ്ട്. അവർ എല്ലാവരും ആകപ്പാടെ പ്രയാസത്തിലാണ്. പ്രകാശം വന്നത് കാരണം എല്ലാവരെയും പെട്ടെന്ന് അദ്ദേഹം വിളിച്ച് എല്ലാ പരിപാടികളും മാറ്റിവെച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണമെന്ന് എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ട്. അവരെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ജോഷി ഫിലിപ്പ് അടക്കമുള്ള ആൾക്കാരെല്ലാം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീടിന് മുകളിലാണോ വീണിരിക്കുന്നത്? വലിയ മരങ്ങളൊക്കെ കണ്ടില്ല, ചോടോടെ പിഴുതെഴുതിയുന്ന കാറ്റെന്ന് പറയുമ്പോഴത്തേന് കണ്ടില്ല, എത്രയ്ക്കും വലിയ മരങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പം എന്ത് കണ്ടൊരു വലിയൊരു ആഞ്ഞിലി മരമാണ്. ഇതൊക്കെ മൊത്തം പിഴുതെറിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഇതെല്ലാം വീണിരിക്കുന്നത് ഓരോ പറമ്പിലോട്ടൊക്കെയാണ്, വീടിൻ്റെ മുകളിലോട്ടൊന്നും അല്ല വീണിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ആശ്വാസമുണ്ട്, ദൈവം കാത്തിട്ടുണ്ട്. വാഴ മുഴുവൻ പോയല്ലേ? ഞാൻ കണ്ട് ഓട് കിടക്കുന്ന കണ്ട്. ഓ, ഇതൊക്കെ പറപ്പിച്ചോണ്ട് പോകണമെങ്കിൽ എന്നതായിരുന്നല്ലേ. നമ്മുടെ പുറകുവശം വല്ല മരം ഉണ്ടോ? ഇല്ലല്ലോ, മൊത്തം പോയി കിടക്കാൻ. ആദ്യമായിട്ട് ഒരു കൊടുങ്കാറ്റിൻ്റെ ഭീകരതാണ്ഡവ ദൃശ്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നത് ഉണ്ടോ. പേടിപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് എൻ്റെ പൊന്നെ. ഈ വീടിൻ്റെയും ഓട് മുഴുവൻ മുകളിൽ നിന്ന് കാറ്റടിച്ച് ഉണ്ടോ, വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ കിടക്കുകയാണ്. അവിടെ എല്ലാം മൊത്തം സൈഡും എല്ലാം ഉണ്ട്. മുകളിലത്തെ ഓടെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ അതുപോലെ ഈ വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് നിൽക്കുകയാണ്. ഉണ്ടോ, വീടിൻ്റെ അകവശം മുഴുവൻ പോയിട്ടുണ്ട്. വലിയ മരങ്ങളൊക്കെ കടപുഴകി കിടക്കുന്നുണ്ട്. അതുപോലെയുള്ള കാറ്റിൻ്റെ താണ്ഡവം തന്നെയായിരുന്നു. ലൈനിൻ്റെ മുകളിലോട്ടും എല്ലാം. എല്ലാ വീടിൻ്റെയും പുറകുവശത്തൊക്കെ നിന്ന മരങ്ങൾ മുഴുവൻ കടപുഴകി വീണിട്ടുണ്ട്. ഇവിടെ എല്ലാം മൊത്തം നശിച്ചു. സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് ഒരു പെട്ടെന്നൊരു വീടിന് ഒരു അപകടം പറ്റുമ്പോഴത്തേന് അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ലൈൻ പൊട്ടിക്കിടക്കുകയാണ്, വഴിയിലോട്ട് കമ്പിയെല്ലാം കിടക്കുകയാണ്. ഇലക്ട്രിസിറ്റി റെഡിയാണെങ്കിൽ തന്നെ താമസം വരും.
ഒത്തിരി ഉണ്ട്, ഒത്തിരി പോയി കിടക്കുക. MLAക്ക് തെരുതരെ ഫോൺ വന്നുകൊണ്ടിരിക്കുക പുതുപ്പള്ളി ചെല്ലാൻ വേണ്ടി. ഇന്ന് MP യുടെ പര്യടനം നടക്കുകയല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടം വരെ പോയിട്ട് ഓടി വരാമെന്നും പറഞ്ഞ് MLA അങ്ങോട്ട് നീങ്ങി. പോയിട്ട് പെട്ടെന്ന് വരാമെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഇത് അഞ്ചേരിപ്പള്ളിയുടെ അവിടെ നിന്ന് ചക്കഞ്ചിറക്കി പോരുന്ന വഴിയാണ്. ഇവിടെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ലൈനെല്ലാം പൊട്ടി മരം മുഴുവൻ വഴി വീണ് കിടക്കുകയാണ്. അവിടത്തെക്കാട്ടിലും ഭീകരതയാണ്. സെൻറ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലോട്ടുള്ള വഴിയാണ് ഇത്. ഒരു വിധത്തിൽ ഇതിലേ പോകത്തില്ല, അതുപോലെ കിടക്കുക. മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. മഴ ശക്തിയായിട്ട് തന്നെ പെയ്യുകയാണ്. ഇപ്പോൾ ഈ റൂട്ടിലും മരം വീണിട്ടുണ്ട്. ഇവിടെ ഒരു അതുപോലെ എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിൻ്റെ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണമെന്ന് പ്രകാശൻ നമ്മുടെ ചണ്ടുമ്മനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഫയർഫോഴ്സിൻ്റെ വണ്ടി കോട്ടയത്തു നിന്ന് തിരിച്ചെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ ഏതാനും നിമിഷം അവരും എത്തും. ഇത് തേക്കൻകാട്ടിലെ ബിനോയുടെ വീടാണ്. ബിനോയുടെ വണ്ടിയുടെ മുകളിലും എല്ലാം എന്താ കാർ ഷെഡെല്ലാം തകർന്ന് കിടക്കുകയാണ്. ഇല്ല അങ്ങോട്ട് പോകണം. ഷീറ്റെല്ലാം വീണ് കിടക്കുകയാണ്. ആണ്ടാണ് അങ്ങോട്ട് കയറണമെങ്കിൽ അകത്തെ മൊത്തം ഷീറ്റും പോയി. വേളി ഞങ്ങൾ പലത കയറ്റിയതാ. ആണല്ലേ? അവിടെ പലത കയറ്റി ഇട്ടിരിക്കുക. അകത്ത് വെള്ളം വീഴുന്നുണ്ടോ? അകത്ത് മുഴുവൻ വെള്ളമാണ്, മൊത്തം നനഞ്ഞു കിടക്കുക. ഇത് കണ്ടില്ലേ, ഇത്രയും വേഴ് ഇവിടുന്ന് ഉണ്ടായിരുന്നിട്ട് പോലും കണ്ടില്ല. ഇങ്ങോട്ട് വന്നിരുന്ന കാര്യം ഇത് തിരിച്ചു വരികയാണെങ്കിൽ പെട്ടുപോയനല്ലേ? മനുഷ്യനെ ഓടാൻ പറ്റുമോ? നമ്മൾ എങ്ങോട്ട് ഓടും? അവിടെ പോയ ചവളയുണ്ട്, അവിടെ ചവിട്ടില്ല. ഇനി നമുക്ക് അതിലേ പോവാം. അവിടെ വന്നാൽ അവിടെ എല്ലാം പറഞ്ഞു കിടക്കാം, മൊത്തം പറഞ്ഞു കിടക്കാതല്ലേ. മരം വീണിട്ടുണ്ടല്ലേ? എനിക്കൊന്ന് ശിഖരം അടിച്ച് കാണും അല്ലേ? അപ്പുറത്തെ കൂട്ടിലായിരുന്നു അല്ലേ? അതിൻ്റെ മുകളിലോട്ടോ ഷീറ്റെല്ലാം വീണിരിക്കുന്നത്. ഞാൻ വന്ന് ഇങ്ങോട്ട് കയറി വീട്ടിലോട്ട് പോവുകയും പറഞ്ഞ് വീഴുകയും കൂടിയാ. ഇതൊക്കെ ചെന്നുള്ള നിമിഷം അപ്പുറം മഴ വന്നു, പുറത്ത് വീണില്ല. അവിടുത്തെ വണ്ടിയുടെ പുറത്തേക്ക് ഇപ്പൊ ഇത്ര ഈ ഉള്ളിലോട്ടുള്ളതൊന്നും ആരും അങ്ങനെ അറിയത്ത് പോലും ഇല്ല അല്ലേ? ഇതൊക്കെ കണ്ടാലേ ഉള്ളു. അതെ ഇപ്പം വന്നപ്പോഴത്തേനല്ലേ.
അയ്യോ. ഇനി അങ്ങോട്ട് പോകാൻ നടക്കാം. അവർക്ക് ആ വീട്ടിൽ പോയായിരുന്നു. ആ അവിടെ പോയായിരുന്നു. ആ അമ്മച്ചി താമസിച്ചേ. ആ അമ്മച്ചാ. അതെ, അവിടെ അവരുടെ ഇപ്പുറത്തോട്ട് വഴിയുണ്ട്. അവിടെ മരം മരങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് നാട്ടൊക്കെ ചെയ്യുന്ന കൂടുതൽ കഴിക്കണം. അങ്ങനെ അങ്ങോട്ടൊന്നും കടക്കുമല്ലേ? അവിടെ അവർ മാറി അങ്ങോട്ടൊന്ന് മാറി. ആ അവർ ഒറ്റയ്ക്കാണ് താമസിച്ചത്. അത് അവർക്ക് പരിക്കുമല്ലോ ഉണ്ടോ? ആ ആ എത്ര വയസ്സുണ്ട് പുള്ളിക്കാരി? അതെ. ആ വേറെ ആരുമില്ലേ? അവർക്ക് വേറെ ആരുമില്ലേ? അപ്പുറത്തെ ഒന്നുമില്ല. ആ ആ അതെല്ലാം കൂട്ടി എടുക്കണം. എല്ലാം ഇത് ഈ പള്ളിയുടെ അവിടുത്തെ നമ്മുടെ വഴിയുടെ അവിടുത്തെ എല്ലാം എടുക്കാവുന്നതോളം എടുക്കുക. എല്ലാം കൂടെ കൂട്ടി അത് കുഴപ്പമില്ല. അത് കാണിക്കാം. നമ്മുടെ എവിടെയാ വേറെ പോയിരിക്കുന്നത്? മോളെ കിടക്കണോ? മര കിടക്കണോ? ആ ആ ഇനി അങ്ങോട്ട് കയറാം. ഇനി അങ്ങോട്ട് സീറ്റ് മുഴുവൻ ആ മരം മറിഞ്ഞു വീണല്ലേ? ഇത് കാറ്റിൻ്റെ ഭീകര താണ്ഡവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വീടിൻ്റെ മുകളിലും എല്ലാം വീണ് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പരിസരത്ത് വന്ന് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തത്. ഇവർക്കെല്ലാം അത് കണ്ടില്ലേ, ഒരു വീടാണ്, തൊട്ട് താഴത്തെ ഒരു വീടാണ് തകർന്ന് കിടക്കുന്നത്. ഉണ്ട് കാറ്റത്ത് പറിച്ചെറിഞ്ഞ പോലെയുണ്ട്. ആ മരത്തിൻ്റെ അവിടുന്ന് പറിച്ചെറിഞ്ഞിരിക്കുന്നത്, ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത്രയ്ക്കും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. പരിയാരം ചക്കഞ്ചിറ ഭാഗങ്ങൾ മുഴുവൻ. ഇനിയും ഇവിടെ ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ 1-2 ദിവസം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം അതുപോലെ പ്രശ്നമായി നിൽക്കുക. അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കണം. രണ്ട് ഈ അമ്മച്ചിയുടെ വീടാണ് ഈ താർന്ന് കിടക്കുന്നത്. അമ്മച്ചിയുടെ പേരെന്നാ? തങ്കമ്മ. അമ്മ വീട് ഈ കാറ്റ് വന്ന സമയത്ത് അമ്മ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നോ? ആ ഇത് വീട് കണ്ടോ? രണ്ട് വീടില്ല, മൊത്തം വീട് മൊത്തം പോയി. അത് നമ്മുടെ ഒരു ചേട്ടൻ്റെ വീടാണ്, ആ മോളത്തെ വീടില്ലേ, അവിടെ നിന്നാ ഈ വീടിന്റെ മുഴുവൻ അത് ഇതിലെ കയറി പറഞ്ഞു. ഇതെല്ലാം പുറം ലോകം അറിയണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതാരും അറിയൂ? ഇതുണ്ട് മൊത്തം തകർന്ന് തരിപ്പണായിട്ട് കിടക്കുക. ഉള്ളിലോട്ട് കയറി അറിയത്തില്ല. വിനോയ് ഇവിടെ ഉണ്ടായിരുന്നോ? ഈ പിള്ളേരൂടെ നിൽക്കുന്ന കുട്ടികൾ, പിള്ളേരുടെ കുട്ടികൾ നമ്മുടെ വീടല്ലേ, പിന്നെ എന്നാ പറ. ജോഷി ഫിലിപ്പ് സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. മരവും മുറിച്ചു മാറ്റി ഓടും മാറി അതിൻ്റെ കൈക്കൂട്ടും എല്ലാം മാറി തൽക്കാലം നിൽക്കട്ടെ. ബാക്കി നമുക്ക് പിന്നീട് ആലോചിച്ചാൽ മതി. അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. പാത്രം ചെയ്യേ അവിടെ നിൽക്കുവായിരുന്നു. പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അതിനുള്ള കേട്ടോ. ഞാൻ
KSEB ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം പെട്ടെന്ന് തന്നെ മരങ്ങളെല്ലാം കട്ട് ചെയ്യുന്നു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു.